ഇതിവിടെ ഞാൻ കൃഷി ചെയ്തിരിക്കുന്ന ഒരു 4 സെൻറ്റ് വീടിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. എനിക്കിതിവിടെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർക്കും ഇത് ചെയ്യാൻ പറ്റും. ഒരുപാട് സ്പേസോ സമയമോ അല്ലെങ്കിൽ മണ്ണോ ഒന്നും തന്നെ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഒരു മൈൻഡ്. എനിക്ക് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് മാത്രം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ തായ്ലൻഡ്, ഫിലിപ്പീൻ, ഇന്തോനേഷ്യ അവരൊക്കെ കൃഷി ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാണ്. അവർ രാവിലെ അങ്ങ് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുക, കുറച്ച് കോഴീനെ കുറച്ച് കോർണറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ വെജിറ്റബിൾസ് ഓരോ സെക്ഷൻ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇന്ന് ഡെയിലി വെളിവെടുപ്പ് നടത്തുക, നേരെ കിച്ചണിലേക്ക് കൊണ്ടുപോവുക. ഒരു ഈസി ജോബാണ്. നമുക്കത് കാണുമ്പോൾ അയ്യോ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് ഇപ്പം ഞാൻ രാവിലെ മോർണിംഗ് ഒരു 4:30 ഇരിക്കുന്നു. കിച്ചണിലെ കുറച്ച് ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ടെറസിലേക്ക് വരുന്നു. വെയിൽ വരണേക്കുമ്പോൾ ഇവിടെ നനച്ച് തിരിച്ച് ഇവിടെ നിന്ന് വെജിറ്റബിൾസ് ആയിട്ട് താഴെ പോകുന്നു. 9 മണിക്ക് ഞാൻ ഷോപ്പ് തുറക്കും. എനിക്കൊരു ഷോപ്പുണ്ട്, അഗ്രോ ഷോപ്പ് തന്നെയാണ്. അവിടേക്ക് പോകുന്നു. അവിടെ നിന്ന് ഉച്ചയ്ക്ക് വരുന്നു. ഉച്ചയ്ക്ക് വന്ന് അഗെയിൻ രാവിലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എടുത്തിട്ട് സാലഡ്സ് ഉണ്ടാക്കിയിട്ട് ഇവർക്ക് കൊടുക്കുന്നു. 2 മണിക്ക് തിരിച്ച് അവിടെ തന്നെ ഷോപ്പിൽ പോകുന്നു. 6 മണിക്കാണ് അവിടെ നിന്ന് തിരിച്ച് വരുന്നത്. 6 മണിക്ക് തിരിച്ച് വന്നിട്ട് ഈവനിങ് ഉള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ഈവനിങ് നനയ്ക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇത് കട്ട് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് ഇതാണ് റൂട്ടീൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കതൊരു ഈസി ജോബായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇവിടെ ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് മാർക്കറ്റിംഗ് ഒരു ഇഷ്യൂ വരുന്നില്ല. ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്ത് ഇല്ലെങ്കിൽ പോലും ഇവിടുത്തെ നൈബേഴ്സ് എല്ലാവരും വന്നിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് അവർക്ക് ആവശ്യമുള്ളത് കട്ട് ചെയ്ത് എടുത്തിട്ട് പോയിട്ട് അവരെനിക്ക് പേയ്മെൻറ്റ് ഇടുക, അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയടാ ചീരി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടൊമാറ്റോ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുളക് തീർന്നിട്ടുണ്ടെങ്കിൽ ഓടി വന്നിട്ട് മുളക് എടുത്തിട്ട് പോയിട്ട് അതെനിക്ക് പേയ്മെൻറ്റ് ഇട്ട് തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കും കുഴപ്പമില്ല, അവർക്കും കുഴപ്പമില്ല. അവർക്കാണെങ്കിൽ ഫുള്ളി ഓർഗാനിക് ആണ്, അവർ ഡെയിലി കാണുന്നതാണ്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടില്ല. ഇവിടെ ഞാൻ എല്ലാ വെജിറ്റബിൾസ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഒരു സാമ്പാർ കിറ്റ് ഒരാൾ വേണമെന്ന് പറഞ്ഞാൽ സാമ്പാർ കിറ്റ് എനിക്ക് അപ്പം തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അവിയൽ കിറ്റ് റെഡിയാക്കുന്നുണ്ട്. തോരൻ കട്ട്സ് ഉണ്ട്, അതായത് ബീനസ് തോരൻ, പയറ് തോരൻ, ചേനയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാഴയൊക്കെ നമ്മൾ കുറച്ചൊരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള അത് കൊണ്ടുവന്നിട്ട് വെണ്ടയ്ക്ക, മെഴുക്കുവരട്ടിക്കുള്ള വെണ്ടയ്ക്കയാണെങ്കിലും അങ്ങനെ ആവശ്യമുള്ളവർക്ക് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ കൃഷി ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ എല്ലാം മിക്സ്ഡ് ആണ്. ഒരു ചട്ടിയിൽ എത്രയൊക്കെ നടാൻ പറ്റുമോ അത്രയെല്ലാം നട്ടിട്ടുണ്ട്. മിനിമം ഒരു 3 വെറൈറ്റി പ്ലാന്റ് ഓരോന്നിലും ഉണ്ട്. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ചതുരപ്പയറാട്ടോ. ഇവിടെ ഇപ്പം ഞാൻ ഇതിനകത്ത് പയറിട്ടിട്ടുണ്ട്. മീറ്റർ പയർ, ലോങ് പയർ, എല്ലാ പയറും വെച്ചിട്ടുണ്ട്. തക്കാളി വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ പടവലം വെച്ചിട്ടുണ്ട്, വെണ്ട വെച്ചിട്ടുണ്ട്. നമ്മൾ മാക്സിമം പ്രൊഡക്ഷനാണ് നോക്കുന്നത്, സ്ഥലം കുറവാണ്. അപ്പോൾ പിന്നെ ഈ ചട്ടി ഒരു വെറൈറ്റി വെക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് കിട്ടത്തില്ലല്ലോ, എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ട് ക്യാരറ്റൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ചെയ്ത കുറേ വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ചട്ടിയിൽ ഒത്തിരി വെജിറ്റബിൾസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റൊക്കെ പല ഷേപ്പിലായി പോകുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കുപ്പിയിൽ ചെയ്യുവാണെങ്കിൽ ക്യാരറ്റ് മാത്രം ഇട്ട് അത് നേരെ താഴേക്ക് പോകുന്നു. ഇത്രയും സ്പേസ് മതി നമുക്ക് ഓരോ ക്യാരറ്റ് ചെയ്യാനായിട്ട്. ഇത് കോണാണ്, സീഡ് കോണാണ്. ഈ സീഡ് കോൺ നമ്മൾ എന്നും കിട്ടുമായിരുന്നു. ഒരു കോൺ എനിക്ക് ഒരു 50 റുപ്പീസൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരെണ്ണം കഴിയുമ്പോഴേക്കും അടുത്ത വിത്തിടും, അപ്പോഴേക്കും അടുത്തത് റെഡി ആയിട്ട് വരും. കോൺ നിറയെ ഉണ്ടായിരുന്നു. ഇത് ബട്ടർ നട്ടിൻ്റെ വെറൈറ്റിയാണ്. ഇത് നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതും ഈ പറഞ്ഞ പോലെ ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് ഇതെല്ലാം മുകളിലോട്ട് കയറിപ്പോവും. അപ്പം നമുക്ക് താഴെ വേറെ എന്തെങ്കിലും ചട്ടിയിൽ വേറെ അതിനനുസരിച്ച് വേറെ എന്തെങ്കിലും പ്ലാന്റ്സ് നടാൻ പറ്റും. ചീര നടുന്നുണ്ട്, കെയിൽ നടുന്നുണ്ട്, ലെറ്റ്യൂസ് നടുന്നുണ്ട്. ഇത് യെല്ലോ അഗസ്തിയാണ്, അഗസ്തി പൂവ്. ഇതിൻ്റെ പൂവും ഇലയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റെഡ് വെറൈറ്റിയാണ്, വൈറ്റ് വെറൈറ്റി ഉണ്ട് ഇവിടെ. ഇത് അമ്പഴമാണ്. ഇത് 3 ചട്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പിക്കിൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ് മെയിനായിട്ട്. ഞാനിവിടെ പിക്കിൾ ഉണ്ടാക്കിയിട്ട് പിക്കിളിൻ്റെ സെയിലും ഉണ്ട് നമ്മൾക്ക്. ഇത് ചീരച്ചേമ്പാണ്. ഇത് നമ്മൾ തോരൻ കട്ടായിട്ട് കൊടുക്കുന്നുണ്ട് ഈ ചീരച്ചേമ്പ്. ഇത് സർവ്വസുഗന്ധിയാണ്. നമ്മൾ മസാല പാക്കറ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. അതായത് ചിക്കൻ മസാലയ്ക്കുള്ള കട്ട് വെജിറ്റബിൾസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സവാള, ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ, പച്ചമുളക് എല്ലാം കൊടുക്കും. ആ കൂട്ടത്തിൽ ഈ സർവ്വസുഗന്ധിയുടെ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചൈനീസ് ഓറഞ്ചാണ്. എല്ലാവരും ഈ സാധനം വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്, വേസ്റ്റ് ആക്കുവാണ്. പക്ഷേ ഞാനിത് ഉച്ചയ്ക്ക് സാലഡ് പ്രിപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, സാലഡിൻ്റെ പുളിക്ക് വേണ്ടിയിട്ട് ഇതാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. സാലഡ് ടൊമാറ്റോയാണ്. ഇത് 1-2 നമ്മൾ സാലഡ്സിൽ ബൗളിൽ ഇട്ട് കൊടുക്കുന്നതാണ്. അതിന് വേണ്ടിയാണ് ഈ സാലഡ് ടൊമാറ്റോ വളർത്തുന്നത്. എനിക്കൊരു അഗ്രി ഫാം ബിസിനസ് ഉണ്ട്, ചെറിയൊരു ഫാം. അതിൻ്റെ കൂടെ ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ട്. ഷുഗർ കെയിൻ ജ്യൂസ് ആണ് മെയിനായിട്ടുള്ളത്, അതായത് ആർട്ടിഫിഷ്യൽ ഷുഗർ അല്ലാതെ ജ്യൂസസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറേ പ്ലാന്റ്സ് ഒക്കെ വളർത്താൻ തുടങ്ങിയത് ഡയറക്റ്റ്.
അതിൻ്റെ കൂടെ ഇപ്പോൾ വെജിറ്റബിൾ കടയിൽ നിന്ന് മേടിക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ, എനിക്ക് പോകാനും പർച്ചേസ് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയൊരു ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ മണ്ണ് കിട്ടാനില്ല. ബേസിക്കലി നമ്മൾ ഈ വില്ലയിൽ താമസിക്കുന്നുണ്ട്, ഇവിടെ ഫുൾ ടൈലാണ്, മണ്ണില്ല ഒട്ടും. പിന്നെ നല്ല മണ്ണ് കിട്ടാനില്ല, സിറ്റി പോയിട്ട് മണ്ണ് മേടിക്കണം. അപ്പോൾ മണ്ണില്ലാതെ തന്നെ ആ ടെററിയത്തിന് വേണ്ടി നമ്മൾ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുന്നുണ്ട്. പിന്നെ അഡീനിയം പ്ലാന്റ്സിനൊക്കെ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുന്നുണ്ട്. ആ ഒരു ബേസിൽ തന്നെയാണ് നമ്മളിവിടെ ചട്ടിയെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഇതിൻ്റെ ഡിസൈൻ വരച്ചെടുത്തിട്ട് ഞാൻ തന്നെ വരച്ചു. എന്നിട്ട് സ്റ്റാൻഡ്, എനിക്ക് കുറച്ച് ബാക്ക് പെയിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഞാൻ ജോലി വിട്ടത് തന്നെ മെയിനായിട്ട്. അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ഇരിക്കാനോ നിൽക്കാനോ അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ കുനിയാതിരുന്ന് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റിയ ഇതിനകത്ത് കുറച്ച് സ്റ്റാൻഡാണ് ആദ്യം ഇവിടെ സെറ്റ് ചെയ്തത്. സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ട് ഹോൾസെയിൽ പോട്ട് എടുത്തിട്ട് അതിനകത്ത് ഫുൾ നമ്മളിപ്പോൾ കരിയിലയാണ് ബേസ്. 75% കരിയില ഇട്ടിട്ട് അതിൻ്റെ മേളിൽ പോട്ടിംഗ് മിക്സർ, തയ്യാറാക്കുന്ന പോട്ടിംഗ് മിക്സറാണ് ഇട്ടിരിക്കുന്നത്. പോട്ടിംഗ് മിക്സർ എന്താണെന്ന് വെച്ചാൽ വെർമി കമ്പോസ്റ്റിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട് എനിക്ക് നമ്മുടെ ഫാമിൽ. അവിടെ നിന്നുള്ള വെർമി കമ്പോസ്റ്റിൻ്റെ കൂടെ എല്ലുപൊടി, ചകിരിച്ചോറ്, ഉമി നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പെർലൈറ്റിന് വരെ ഉമിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ മട്ടുപ്പാവിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒട്ടും വെയിറ്റ് ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ട് തന്നെ, കരിയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആർക്കും ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല വളം എല്ലാം ഈ ചെടികൾക്ക് തന്നെ നന്നായിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു പോട്ടിൽ നമ്മൾ എത്ര പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. മണ്ണ് ഒട്ടും യൂസ് ചെയ്തിട്ടില്ല ഇതിൽ. ഈ വില്ലയിൽ തന്നെയുള്ള കരിയില ആളുടെ അടുത്ത് ക്ലീനിങ് സ്റ്റാഫുണ്ട്, സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ട് അവർ കരിയില കത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കരിയില നമ്മൾ കൊണ്ടുവന്ന് താഴെ കൊണ്ടുപോയി തന്നു. അത് നമ്മൾ ഇത്രയും ഇതിനകത്തേക്ക് കരിയില ആദ്യം തന്നെ കൊണ്ടുവന്ന് 75% ചട്ടിയുടെ 75% നമ്മൾ കരിയിലയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിന് മുകളിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ പോട്ടിംഗ് മിക്സർ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ വെർമി കമ്പോസ്റ്റാണ് മെയിൻ വളം. പിന്നെ അതിനകത്തേക്ക് എല്ലുപൊടി യൂസ് ചെയ്യുന്നുണ്ട്, വേപ്പിൻ പിണ്ണാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പച്ചക്കറി ആയതുകൊണ്ട് സ്യൂഡോമോണസാണ് കൂടുതൽ. സ്യൂഡോമോണസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉമിയാണ് ബേസ് കൊടുത്തിരിക്കുന്നത്. ഉമി നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോട്ടിംഗ് മിക്സർ മുകളിൽ ഒരു ഒറ്റ ലെയർ ഹൈറ്റിലിട്ട് എടുക്കും. എന്നിട്ടാണ് നമ്മൾ അതിനകത്ത് സീഡ്ലിങ്സ് എല്ലാം നട്ടുവയ്ക്കുന്നത്. അത് പിടിച്ച് വരുന്നതനുസരിച്ചിട്ട് ഈ കരിയിലായതുകൊണ്ട് 1 month നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴേക്കും ഈ കരിയിൽ അങ്ങ് പ്രസ്സായിട്ട് അങ്ങ് താഴേക്ക് പോവും. അതിനനുസരിച്ച് നമ്മൾ എവറി 2 weeks നമ്മൾ പോട്ടിംഗ് മിക്സർ രണ്ടാമത് തയ്യാറാക്കുന്ന എഗെയിൻ പോട്ടിംഗ് മിക്സർ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് പോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എവറി 2 weeks നമ്മൾ ഈ വെർമി കമ്പോസ്റ്റും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്ക് ഈ 3 ഐറ്റം കൂടെ മിക്സ് ചെയ്തത് എന്നും ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനകത്തുനിന്ന് വരുന്ന സീഡ്സ് അപ്പോൾ തന്നെ ഞാൻ ഡെയിലി നമ്മൾ നനയ്ക്കാൻ കയറുമല്ലോ, ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീരയുടെ ആണെങ്കിലും പൊട്ടിച്ചങ്ങോട്ട് ഇടുക, വെണ്ടയുടെ ആണെങ്കിലും ഇട്ട് കൊടുക്കുന്നുണ്ട്, പയറിൻ്റെ വിത്ത് ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു ചട്ടിയിൽ ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം നിറയെ എല്ലാം ഒരുമാതിരിപ്പെട്ട 3-4 പ്ലാന്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് അതിനനുസരിച്ചിട്ട് ഈൽഡും കിട്ടുന്നുണ്ട്, പ്രൊഡക്ഷനുണ്ട്, അതേപോലെ തന്നെ സെയിലും കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. എൻ്റെ പേര് സീമ ഷംസു എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കലാണ് താമസിക്കുന്നത്. ഇതാണ് എൻ്റെ മട്ടുപ്പാവ് കൃഷി. ഈ ടെറസിൽ ഞാൻ ചെയ്തു തുടങ്ങിയിട്ട് 2 വർഷമായി. അതിന് മുന്നേ വേറെ വീട്ടിലായിരുന്നു, അപ്പോൾ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 10-12 വർഷമായി പച്ചക്കറിയും പ്ലാന്റ്സും എല്ലാം കൂടെ ചെയ്യുന്നത്. ഞാൻ PG കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് IT മേഖലയിൽ ജോലി ചെയ്തിരുന്നു. അതിൽ തന്നെ ട്രാവൽ ഹെഡായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഒരു ഓവർസീസ് റിക്രൂട്ട്മെൻറ്റ് കമ്പനിയുടെ ഹെഡായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നല്ല പ്രഷറുള്ള ജോലിയായിരുന്നു. നമുക്ക് വെളുപ്പിനെയാണെങ്കിലും ഫ്ലൈറ്റും അതെല്ലാം ചെക്ക് ചെയ്തിട്ട് കാൻഡിഡേറ്റ്സിനെ കയറ്റി വിടണം, അവരവിടെ പ്രോപ്പറായിട്ട് എത്തിയെന്ന് നോക്കണം. ഫുള്ള് നല്ല വർക്കായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ട്രിവാൻഡ്രം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ജോബ് വിട്ടു എറണാകുളത്തെ. ഇവിടെ വന്നപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചാണ് ഞാനിങ്ങനെ ഈ മട്ടുപ്പാവ് കൃഷിയിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത് ഇത്രയും ഒരു വീട്ടിലേക്ക് എന്തായാലും ആവശ്യം വരില്ല. ഞാനപ്പോൾ താമസിക്കുന്നത് ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ്. ഏകദേശം 45ഓളം ഫാമിലി ഇവിടെ താമസിക്കുന്നുണ്ട്. അവരെല്ലാവരും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പ്രൊഡക്ഷൻ കൂട്ടി. അങ്ങനെയാണ് ഓരോ പോട്ടിലും ഇത്രയ്ക്ക് ഇതാക്കാൻ പറ്റിയത്. ഡെയിലി ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വെജിറ്റബിൾസ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഉച്ചയ്ക്ക് സാലഡ്സ് പ്രിപ്പയർ ചെയ്തിട്ട് അത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ടെറസിൽ വാട്ടർമെലൺ ചെയ്യുന്നത്. ഇത് എത്രയും സക്സസ് ആവുമെന്ന് അറിയത്തില്ല. പിന്നെ ഇതിങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നു. എന്നാലും ട്രൈ ചെയ്ത് നോക്കി. ഒരു 10 പ്ലാന്റാണ് ഞാൻ നട്ടുവെച്ചത്, 3 വെറൈറ്റി പ്ലാന്റ്സ് ആയിട്ട് ഹാങ് ചെയ്ത് കിടക്കണതാണ്. ഇനി കുറച്ചും കൂടെ ആയി കഴിയുമ്പോൾ ഒരു 1 week കൂടെ കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് എന്തെങ്കിലും ഒരു ഹാങ്ങിങ് ബാസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നു. 3-4 വെറൈറ്റി പ്ലാന്റ്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇവിടെ അങ്ങനെ ചെയ്യുന്നത്, സ്പേസിൻ്റെ കുറവുണ്ട്. ഇത് വേറൊരു വെറൈറ്റി വാട്ടർമെലൺ ആണ്. ഇതിപ്പോൾ ഞാനിവിടെ ഇങ്ങനെ താങ്ങ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. എത്രയാവുമെന്ന് നമുക്ക് നോക്കാം.
ഇതിൻ്റെ ക്യാപ്സിക്കം ആണ് കേട്ടോ. ഇതിനകത്ത് ചോക്ലേറ്റ് ക്യാപ്സിക്കം ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ ഗ്രീൻ ഉണ്ടായിരുന്നു, ഗ്രീനും യെല്ലോയും ഉണ്ടായിരുന്നു. അത് നമ്മൾ വിളവെടുപ്പ് തീർന്നു. ഇതിപ്പോൾ രണ്ടാമത് നട്ടതാണ്. ഇത് നമ്മളുടെ സാമ്പാർ മുളകാണ്. ഇതിപ്പോൾ എന്നും ഡെയിലി വിളവെടുക്കുന്നതുകൊണ്ടാണ് ഇതിനകത്തൊന്നും പ്ലാൻ ഇപ്പം ആദ്യം കാണാത്തത്. എന്നാലും ഉണ്ടാവാറുണ്ട്, നമുക്ക് സ്ഥിരം കിട്ടുന്നുണ്ട്. നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ആർക്കും വെറുതെ കൊടുക്കണമെന്നില്ല. കാരണം നമ്മളിത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ടൈം, അതിൻ്റെ നമ്മുടെ എഫേർട്ട് എല്ലാത്തിനും വാല്യൂ ഇട്ടിട്ട് നമ്മൾക്കത് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നോർമൽ റേറ്റിന് കൊടുക്കാം. നമ്മുടെ എഫേർട്ടിന് നമ്മളാണല്ലോ വാല്യൂ ഇടുന്നത്. ആ രീതിയിൽ നമുക്ക് ചെയ്യാനും കൂടെ പറ്റുവാണെങ്കിൽ, നിങ്ങൾ ആ ഒരു എയിമും കൂടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ വെജിറ്റബിൾ കൃഷി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരിക്കലും ഒരു നഷ്ടമായിട്ട് ഫീൽ ചെയ്യത്തില്ല. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും. നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം എന്തായാലും ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടാവും.